അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തേർഡ് ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് ഷെയർസ് റൈസ് ചെയ്യാന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 മെത്തേഡ്സ് പറഞ്ഞു. പിന്നെ അതിൽ തന്നെ ബുക്ക് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ബാക്കി പോർഷൻസാണ് കേട്ടത്, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പം ലൈവ് ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ നെറ്റ്വർക്കിന് നല്ല ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇനി മുതൽ നമുക്ക് ഇങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ചുകൂടി ബെറ്റർ തോന്നുന്നു. അപ്പം ഞാൻ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇത് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ കാണുക. പിന്നെ ഇതിൽ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് ചോദിച്ചാൽ മതി. പിന്നെ നമുക്ക് വൺസ് ഇൻ എ വീക്ക് എന്തായാലും ലൈവ് ക്ലാസ് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാൻ പറ്റുമല്ലോ. ദെൻ ഇതിൽ പറയുന്നതിന് അടുത്ത ടേംസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേട്ടോ. ഷെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ 4 ഫീച്ചർ ഓഫ് ഷെയർസ് പറഞ്ഞാൽ എന്താണ്, സറണ്ടർ ഓഫ് ഷെയർ എന്താണ്, റൈറ്റ് ഷെയർ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല കേട്ടോ. ബുക്ക് ബിൽഡിങ് പറഞ്ഞു, സോഴ്സ് പറഞ്ഞു, എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ പറഞ്ഞു, അലോട്ട്മെൻറ്റ് പറഞ്ഞു. അലോട്ട്മെൻറ്റ് കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അത് സിമ്പിളാണ്, നിങ്ങൾ ഞാൻ പറയാം. ഇതെന്താ വെച്ചാൽ അലോട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ, അലോട്ട്മെൻറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ബൈ ദ കമ്പനി. അല്ല, ജനറൽ പബ്ലിക് കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്ത് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഈസ് എ ബൈൻഡിങ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ്. പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാർ. ഈ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റും കൂടിയാണ് എന്ത്, അതിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാവുക ചെയ്യണതിൽ. അവർ അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഷെയർ ഈ പബ്ലിക്കിന് അലോട്ട് ചെയ്യുമ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക ചെയ്യണത്. അത് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കേട്ടോ. ഫസ്റ്റ് വൺ, ജനറൽ പ്രിൻസിപ്പിൾ റിഗാർഡിങ് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനറലി വരുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കേട്ടോ. ഫസ്റ്റ് വൺ, അലോട്ട്മെൻറ്റ് ബൈ പ്രോപ്പർ അതോറിറ്റി. അത് പറയണത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഓർ എ കമ്മിറ്റി ഓതറൈസ്ഡ് ടു അലോട്ട് ഷെയർസ് ഓൺ ബിഹാഫ് ഓഫ് ദി ബോർഡ്. അതായത് ഷെയർസ് അലോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് കംപ്ലീറ്റ്ലി ഉള്ളത് കമ്പനിക്കോ അല്ലെങ്കിൽ കമ്മിറ്റി, ഏത് കമ്പനി അലോട്ട് ചെയ്യുന്ന കമ്മിറ്റിക്കോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മീൻസ് ഷെയർസ് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, അലോട്ട്മെൻറ്റ് എഗെയിൻസ്റ്റ് ആപ്ലിക്കേഷൻ ഓൺലി. അത് വെച്ച് കഴിഞ്ഞാൽ നോ അലോട്ട്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് വിതൗട്ട് എ റിട്ടൺ ആപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കിട്ടാത്ത ഷെയർസിൻ്റെ മുകളിൽ നമുക്കൊരിക്കലും അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നോ അലോട്ട്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് വിതൗട്ട് റിട്ടൺ ആപ്ലിക്കേഷൻ ഓഫ് ദി അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റിട്ടൺ ആപ്ലിക്കേഷൻ ഇല്ലാണ്ട് ഒരിക്കലും ഷെയർസിന് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ദെൻ തേർഡ് വൺ, റീസണബിൾ ടൈം. അലോട്ട്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ പീരീഡ് ഓഫ് ടൈം, അതർവൈസ് ദ ആപ്ലിക്കേഷൻ ലാപ്സ്. അത് സർട്ടൻ പീരീഡിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ കഴിഞ്ഞ് അത് റിസീവ് ചെയ്ത് സ്ക്രൂട്ടനൈസ് ഒക്കെ ചെയ്തിട്ട് വിതിൻ ഒരു 14 days അല്ലെങ്കിൽ ഒരു 15 days അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു റിക്വയർഡ് ടൈം എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർസിന് മുകളിൽ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ദെൻ ഫോർത്ത് വൺ പറയണത് കമ്മ്യൂണിക്കേഷൻ. ദ അലോട്ട്മെൻറ്റ് ഈസ് ആൻ അക്സെപ്റ്റൻസ് ആൻഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ആപ്ലിക്കൻറ്റ്. ഈ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഷെയർസ് തരാം എന്നുള്ളൊരു അക്സെപ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അക്സെപ്റ്റൻസ് ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിനെയും കൂടെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. The next one, absolute and unconditional. It must be made on the same terms as stated in the application. ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ ആ കണ്ടീഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് പുതിയ നമ്മൾ ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർസ് അലോട്ട് ചെയ്യാൻ പാടില്ല. Then second one, statutory restrictions on allotment of shares. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ജനറൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. സെക്കൻഡ് വൺ ആണ് സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ്. അതിൽ പറയുന്ന ഫസ്റ്റ് വൺ, രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ്. എ കോപ്പി ഓഫ് ദി പ്രോസ്പെക്ടസ് സൈൻഡ് ബൈ എവറി പേഴ്സൺ ഹു ഈസ് ഡയറക്ടർ ഓഫ് ദി കമ്പനി ഷാൽ ബി ഡ്യൂലി ഫൈൽഡ് വിത്ത് രജിസ്ട്രാർ ഫോർ രജിസ്ട്രേഷൻ ബിഫോർ ദി ഡേറ്റ് ഓഫ് ദി ഇറ്റ്സ് പബ്ലിക്കേഷൻ. പ്രോസ്പെക്ടസിൻ്റെ കോപ്പി ആര് സൈൻ ചെയ്തത്, സൈൻ ബൈ എവറി പേഴ്സൺ ഹു ഈസ് ഡയറക്ടർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരും സൈൻ ചെയ്തിട്ടുള്ള ഒരു കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യണം, ഷാൽ ബി ഡ്യൂലി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം ഫോർ രജിസ്ട്രേഷൻ ബിഫോർ ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് പബ്ലിക്കേഷൻ. പബ്ലിക്കേഷന് മുൻപാകെ ആയിട്ട് എന്ത് ചെയ്യണം, കമ്പനിയിലുള്ള ഡയറക്ടേഴ്സ്, എത്ര നമ്പർ ഓഫ് ഡയറക്ടേഴ്സാണ് ഉള്ളത് വെച്ചാൽ അത്രയും പേര് സൈൻ ചെയ്തിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനീൻ്റെ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം ബിഫോർ ഇറ്റ്സ് പബ്ലിക്കേഷന് മുൻപായിട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയണത് മിനിമം സബ്സ്ക്രിപ്ഷനാണ്. മിനിമം സബ്സ്ക്രിപ്ഷനിൽ പറയണം
മെസ്സിനെ മാത്രം ഇങ്ങനെ ഫോർവേഡ് നിർത്തിയാണ് ബാക്കിയുള്ളവരെല്ലാവരും സത്യം അറിയിച്ചാൽ ബാക്ക് നിർത്താവും നല്ലത്. മെസ്സി അടിക്കാനും ബാക്കിയുള്ളവർ ഓരോ പോസ്റ്റിൽ ഗോളൊന്നും വരാക്കാനുള്ളത്. അടുത്തതാണ് കേട്ടോ മിനിമം സബ്സ്ക്രിപ്ഷൻ. എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ? എവറി കമ്പനി റിക്വയർ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ക്യാരി ഓൺ ഇറ്റ്സ് ബിസിനസ്. അതായത് എല്ലാ കമ്പനീസിനും അവരുടെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സർട്ടൻ എമൗണ്ട് മിനിമം എമൗണ്ട് വേണ്ടി വരും. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫിക്സഡ് ബൈ ദ ഡയറക്ടേഴ്സ് ടു ബി റൈസ്ഡ് ഫ്രം ദ മെമ്പേഴ്സ് ബൈ വേ ഓഫ് സബ്സ്ക്രിപ്ഷൻ. അതായത് ഇവർ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലൊക്കെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇവർ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ഉണ്ടാവില്ലേ, അങ്ങനെ അതിൽ ഏറ്റവും മിനിമം ഇത്രയെങ്കിലും വേണം നമ്മൾ പറയുന്ന എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ടാണ് എന്ത് മിനിമം സബ്സ്ക്രിപ്ഷനിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ക്യാൻ ബി മെയ്ഡ് അൺലെസ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റിയലൈസ്ഡ് ഫ്രം ദ ആപ്ലിക്കേഷൻസ് ഫോർ ഷെയർ. ഇപ്പോൾ ഷെയറിനുള്ള ആപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടുമ്പോൾ ഈ ഒരു മിനിമം സബ്സ്ക്രിപ്ഷനിലുള്ള എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോട്ട്മെൻറ്റ് നടത്താൻ പറ്റില്ല. ആപ്ലിക്കേഷൻ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷനിലെങ്കിലും റിസീവ് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അതായത് അലോട്ട്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. Then the company must collect a minimum subscription of 90% of issued amount. ഇഷ്യൂഡ് എമൗണ്ടിൻ്റെ 90% നമുക്ക് എന്ത് കിട്ടണം, മിനിമം സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടണം. ടോട്ടൽ എത്ര എമൗണ്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 90% നമുക്ക് എന്ത് കിട്ടണം, 90% നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ, അതായിരിക്കും അതിൻ്റെ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കേട്ടോ. 90% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ അടുത്തൊരു ടേമാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. ഇറഗുലർ അലോട്ട്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഈസ് മെയ്ഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദി പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ദെൻ ദ അലോട്ട്മെൻറ്റ് ഈസ് ടേംഡ് ആസ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. ഇപ്പം അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ചെയ്യണത് മെയ്ഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോൺട്രവെൻഷൻ ആയിട്ടാണ് നമ്മൾ അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ദെൻ ദ അലോട്ട്മെൻറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. എങ്ങനെ, ഇഫ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഇസ് മെയ്ഡ് ഇൻ കോൺട്രവെൻഷൻ ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ടിന് കോൺട്രവെൻഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഷെയറിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. ദെൻ അലോട്ട്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇറഗുലർ ഇൻ ദ ഫോളോയിങ് കേസസ്. അതിൽ ഏതൊക്കെ കേസസിലാണ് നമ്മൾ ഇറഗുലർ അലോട്ട്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ള പറയാം കേട്ടോ. അല്ല, ഫസ്റ്റ് വൺ വേർ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്. ഫസ്റ്റ് കേസ് പറയുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ദെൻ വെർ എ കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ഹാസ് നോട്ട് ബീൻ ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ അറ്റ്ലീസ്റ്റ് 3 days ബിഫോർ ഓഫ് ദി അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ 3 ദിവസം മുൻപാകെ ആയിട്ടെങ്കിലും പ്രോസ്പെക്ടസ് നമ്മൾ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതെന്താവും, ഇറഗുലർ അലോട്ട്മെൻ്റ് ആവും. ദെൻ നെക്സ്റ്റ് വൺ where a minimum of 5% of the nominal value of shares has not been received by way of application money. എന്തായിരിക്കണം, where a minimum of 5% of nominal value of shares has not been received by way of application money. നമുക്കറിയാം ആപ്ലിക്കേഷൻ മണിയിൽ എങ്ങനെയായിരിക്കും ടോട്ടൽ എമൗണ്ട്, ഷെയറിൻ്റെ 10 രൂപയാണ് ഷെയറിൻ്റെ വില എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എമൗണ്ട് റിസീവ് ചെയ്യുക അല്ലേ. ആപ്ലിക്കേഷൻ്റെ കൂടെ കുറച്ച്, അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കുറച്ച്, കോളിൻ്റെ കൂടെ കുറച്ച്, അങ്ങനെ കുറച്ച് കുറച്ചായിട്ടുള്ള റിസീവ് ചെയ്യുക. ഇങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് ടോട്ടൽ ഷെയറിൻ്റെ വാല്യൂവിൻ്റെ, അതായത് അതിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 5% റിസീവ് ചെയ്തിട്ടില്ലെങ്കിലും അതെന്താവും, ഇറഗുലർ അലോട്ട്മെൻ്റ് ആവും. ദ നെക്സ്റ്റ് വൺ പറയണത് വെർ ദ ആപ്ലിക്കേഷൻ മണി ഹാസ് നോട്ട് ബീൻ കെപ്റ്റ് ഇൻ ദ ഷെഡ്യൂൾഡ് ബാങ്ക്. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തത് ഷെഡ്യൂൾഡ് ബാങ്കിൽ എന്താ പറയുക, കെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളെന്താ സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിലും കൂടെ എന്താവും, ഇറഗുലർ അലോട്ട്മെൻ്റ് ആവും. അങ്ങനെ 4 ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എന്താ പറയുക, ഇറഗുലർ അലോട്ട്മെൻറ്റ് ആവുക എന്ന് പറയാം കേട്ടോ. ഫസ്റ്റ് വൺ ഏതായിരുന്നു, വേർ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്. മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ദെൻ വേർ എ കോപ്പി ഓഫ് ദി പ്രോസ്പെക്ടസ് ഹാസ് നോട്ട് ബീൻ ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ അറ്റ്ലീസ്റ്റ് 3 days ബിഫോർ ദി അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ 3 ദിവസം മുൻപെങ്കിലും എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ മീൻസ് അതിൻ്റെ പ്രോസ്പെക്ടസ് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇറഗുലർ അലോട്ട്മെൻ്റ് ആവും. പിന്നെ ആപ്ലിക്കേഷൻ മണിയായിട്ട് ഇഷ്യൂ പ്രൈസിൻ്റെ 5% റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇറഗുലർ അലോട്ട്മെൻ്റ് ആവും. ദെൻ വേർ ദ ആപ്ലിക്കേഷൻ മണി ഹാസ് നോട്ട് ബീൻ കെപ്റ്റ് ഇൻ ദ ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്കിൽ ഈ ആപ്ലിക്കേഷൻ മണിയൊന്നും സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇറഗുലർ അലോട്ട്മെൻ്റ് ആവും. ദെൻ ആദ്യത്തതും ഒരു
ഫെമിലിയർ ആയിട്ടുള്ള ടേം തന്നെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്? ഇറ്റ് ഈസ് ഇക്വിറ്റി ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് അറ്റ് ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഫോർ providing their know-how or making available rights in the nature of intellectual property rights or value addition by whatever name called. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ആണ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയാണ് ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ്, എംപ്ലോയീസിനോ കമ്പനി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഇക്വിറ്റി ഷെയർസ് ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഡിസ്കൗണ്ടിലോ അല്ലെങ്കിലോ ക്യാഷിന് പകരമായിട്ട് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഷെയർസാണ് ഓൾ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിന് പകരമായിട്ട് ഫോർ പ്രൊവൈഡിങ് ദെയർ നോ ഹൗ. അതായത് ഈ ഡയറക്ടേഴ്സ് എംപ്ലോയീസൊക്കെ കമ്പനിക്ക് എന്താ ചെയ്യണത്, അവരുടെ അറിവ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമ്പനിയോട് ഷെയർ ചെയ്യുകയല്ലേ ചെയ്യണത്. അങ്ങനെ ഇവരുടെ നോ ഹൗ അവർ ഷെയർ ചെയ്യുന്നതിന് പകരമായിട്ട് കമ്പനി എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനൊക്കെ എന്ത് കൊടുക്കുക, ഇക്വിറ്റി ഷെയർസ് പ്രൊവൈഡ് ചെയ്യുക അറ്റ് ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ ക്യാഷിന് പകരം എന്ത് ചെയ്യുക, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അതിൽ സർട്ടൻ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ദ ഇഷ്യൂ ഈസ് ഓതറൈസ്ഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ കമ്പനി. ഈ സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടാവണം. ദ ഫോളോയിങ് ആർ ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ ദ റെസൊല്യൂഷൻ. നമ്പർ ഓഫ് ഷെയർസിൻ്റെ കാര്യം, മാർക്കറ്റ് പ്രൈസിൻ്റെ കാര്യം, കൺസിഡറേഷൻ എത്രയാണ്, ദെൻ ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തതാണ് റൈറ്റ് ഷെയർസ്. റൈറ്റ് ഷെയർസ് എന്താണ്? വെൻ എ കമ്പനി വാണ്ട്സ് ടു ഇൻക്രീസ് ഇറ്റ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ദ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഹാവ് ടു റൈറ്റ് ടു ബി ഓഫേർഡ് ദ ഷെയർസ് ആർ നോൺ ആസ് റൈറ്റ് ഷെയർസ്. വെൻ എ കമ്പനി വാണ്ട്സ് ടു ഇൻക്രീസ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കമ്പനിക്ക് ഇപ്പോൾ അവരുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഹാവ് ദ റൈറ്റ് ടു offer the shares are known as right shares. നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എഗെയിൻ അവർ തന്നെ ഷെയർ പുതുതായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി ഇനി കുറച്ചൊരു അഡീഷണൽ ക്യാപിറ്റൽ വേണം, അപ്പോൾ അവർ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമേ പുറത്തേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് റൈറ്റ് ഷെയർസ്. Then right issue or it is an issue of shares to the existing shareholders in proportion to their existing shareholdings. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. എങ്ങനെ കൊടുക്കുന്നുണ്ടാവുക? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് പ്രൊപ്പോർഷൻ്റെ ബേസിസിലാണ്. അവരുടെ കയ്യിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇപ്പോൾ കയ്യിലുള്ളത്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തതാണ് ബോണസ് ഷെയർസ്. ദെൻ ബോണസ് ഷെയർ വെച്ച് കഴിഞ്ഞാൽ ബോണസ് ഷെയർസ് ആർ അഡീഷണൽ shares given to the current shareholders without any additional cost based upon the number of shares that the shareholders owns. Bonus share വെച്ച് കഴിഞ്ഞാൽ these are the additional shares, അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഷെയർസ് ആണ് ഗിവൺ ടു ദ കറൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് എനി അഡീഷണൽ കോസ്റ്റ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നമ്പർ ഓഫ് ഷെയർസും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ് വിത്തൗട്ട് എനി അഡീഷണൽ കോസ്റ്റ് ബേസ്ഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓൺസ്. ഒരു ഷെയർ ഹോൾഡർ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ കയ്യിൽ വെക്കുന്നത് അതിൻ്റെ ബേസിസിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് ഷെയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ബോണസ് ഷെയർസ്. A company may issue fully paid up bonus shares to its members out of free reserve, security premium, capital redemption reserve. ഈ 3 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ഫ്രീ റിസർവ് എന്നും സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഈ ഒരു 3 റിസർവ് അക്കൗണ്ട്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സറണ്ടർ ഓഫ് ഷെയർസ്. എന്താണ് സറണ്ടർ ഓഫ് ഷെയർസ്? സറണ്ടർ ഓഫ് ഷെയർസ് മീൻസ് വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ടു ദ കമ്പനി ഫോർ ക്യാൻസലേഷൻ. എന്താണ് സറണ്ടർ ഓഫ് ഷെയർ വെച്ച് കഴിഞ്ഞാൽ വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ടു ദ കമ്പനി. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഷെയർസ് എല്ലാം കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ക്യാൻസലേഷൻ. എനിക്കിനിപ്പോൾ ആ ഷെയർസ് വേണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ആ ഷെയർ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സാണ് സറണ്ടർ ഓഫ് ഷെയർസ്.
ദ നെക്സ്റ്റ് വൺ forfeiture of shares. Forfeiture എന്ന് പറയുന്നത് forfeiture means compulsory termination of ownership of any shareholders who has made default in payment of കോൾ മണി. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇത്. ഫോർഫീച്ചർ വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇപ്പോൾ കോൾ മണി, അലോട്ട്മെൻറ്റ് മണി, ഏതെങ്കിലും ഒരു എമൗണ്ട് ഷെയർ ഹോൾഡർ കൊടുക്കാണ്ടിരുന്നത് കാരണം കമ്പനി ഇപ്പോൾ അവരുടെ ഷെയർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. The next one, features of a valid forfeiture. Article of Association must authorize the forfeiture of shares. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇങ്ങനെ ഒരു ഓപ്ഷൻ്റെ കാര്യം, അതായത് നമ്മൾ ഇവരിപ്പോൾ കോളോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയോ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷെയറിൻ്റെ എമൗണ്ട് ക്യാൻസൽ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. If the defaulting shareholder does not pay the amount within the specified time as required by the notice, the directors must pass a special resolution forfeiting the shares. റെസൊല്യൂഷൻ പാസ് ചെയ്യണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ല, സാധാരണ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ദെൻ പ്രോപ്പർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ ഷെയർ ഹോൾഡേഴ്സിന്. ദെൻ ഗുഡ് ഫെയ്ത്ത്. പവർ ടു ഫോർഫീറ്റ് ഷെയർസ് മസ്റ്റ് ബി എക്സൈസ്ഡ് ബൈ ദ ഡയറക്ടേഴ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ കമ്പനി. എന്താണ് ഈ ഒരു ഫോർഫീച്ചറൊക്കെ ചെയ്യുമ്പോൾ അത് ഡയറക്ടേഴ്സിൻ്റെ ഒരു മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് വിത്ത് ദ ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി, കമ്പനിക്ക് ഏതെങ്കിലും രീതിയിലൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ദെൻ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. അതെന്തായിരിക്കും, ഓൾറെഡി ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് നമ്മൾ എഗെയിൻ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ഇതിൽ പറയണത് ദ ഫോർഫീറ്റഡ് ഷെയർസ് മേ ബി റീ ഇഷ്യൂഡ് ബൈ ദ ബോർഡ് അറ്റ് ഇറ്റ്സ് ഡിസ്ക്രിഷൻ. ദ ബോർഡ് സാങ്ഷൻ ദ റീ ഇഷ്യൂ ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ ടു ദാറ്റ് എഫക്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് എഗെയിൻ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് കമ്പനിക്ക്. അങ്ങനെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. then അടുത്ത് നോക്കാനുള്ള ഈ ഫോർഫീച്ചറും നമ്മളെ സറണ്ടറും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ള കേട്ടോ. ഇതിൽ പറയുന്ന ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ. അതിൽ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കമ്പൽസറി ആക്ഷൻ ടേക്കൺ ബൈ എ കമ്പനി. ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്താ, കമ്പൽസറി ആക്ഷനാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി ഒബ്വിയസ്ലി എന്ത് ചെയ്യും, അവർ ആ ഷെയർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്താ, കമ്പൽസറി ആക്ഷനാണ്. സറണ്ടർ ഓഫ് ഷെയർസ് എന്താണ്, ഇറ്റ്സ് എ വളണ്ടറി ആക്ട് ഡൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് എന്ത്, സറണ്ടർ ഓഫ് ഷെയർസ്. കാരണം അവർക്ക് ഇനി ഷെയർസ് വേണ്ട എന്നുണ്ട് അവർ തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സാണ് സറണ്ടർ ഓഫ് ഷെയർസ്. ദ നെക്സ്റ്റ് വൺ, ഫോർ ഫോർഫീച്ചർ ദ കമ്പനി ടേക്ക് ഇനീഷ്യേറ്റീവ്. ഈ ഫോർഫീച്ചറിന് വേണ്ടിയിട്ട് കമ്പനിയാണ് ഇനീഷ്യേറ്റീവ്സ് എടുക്കുക. സറണ്ടറിന് വേണ്ടിയിട്ട് ആരായിരിക്കും, ഷെയർ ഹോൾഡേഴ്സാണ് ഇനീഷ്യേറ്റീവ് എടുക്കുക. ദെൻ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ആർ റിക്വയർഡ്. എന്താണ്, ഈ ഒരു ഫോർഫീച്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യാനും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം നോക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കമ്പയർഡ് ടു സറണ്ടർ ഓഫ് ഷെയർസ്. സറണ്ടർ ഓഫ് ഷെയർസിനെ കമ്പയർ ചെയ്യുമ്പോൾ വെച്ചാൽ ഈസി പ്രൊസീജിയർ. നമുക്ക് ഷെയർസ് വേണ്ട തോന്നുമ്പോൾ ഷെയർ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാണ് കമ്പനിക്ക് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ, there cannot be forfeited of fully paid up shares as there is no outstanding calls on such shares. എപ്പോഴാണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുക, ഇപ്പോൾ ആ ഷെയർ ഹോൾഡർ അയാളിപ്പോൾ കോൾ മണിയോ അലോട്ട്മെൻറ്റ് മണിയോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് കമ്പനി ആ എമൗണ്ട് ക്യാൻസൽ ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ കേസ് ഓഫ് സറണ്ടർ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ കമ്പനീൻ്റെ ഷെയർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഈ ഷെയർസിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ലാഭമൊന്നും കിട്ടണില്ല തോന്നുമ്പോൾ എന്ത് ചെയ്യാം, ഈസിലി എനിക്കത് സറണ്ടർ ചെയ്തിട്ട് പൈസ വാങ്ങിക്കാം. അതാണ് മെയിൻ ഡിഫറൻസസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അടുത്തത് ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഷെയർ വാറണ്ട്, രണ്ട് ടേംസാണ്. ഈ രണ്ട് ടേമും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദ മെമ്പേഴ്സ് ബൈ ദ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം ആൻഡ് ദ എമൗണ്ട് പെയ്ഡ് ഓൺ ഈച്ച് ഷെയർസ്. ഇതൊരു സർട്ടിഫിക്കറ്റാണ് ആക്ച്വലി അല്ലേ. അതായത് ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ കമ്പനി എന്ത് ചെയ്യാം,
ഇത്ര നമ്പർ ഓഫ് ഷെയർസ് എൻ്റെ കയ്യിലുണ്ട്, ഇതാണ് ആ ഷെയറിൻ്റെ പേര്. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ആണ്, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഷെയർ ആണ് കയ്യിലുള്ളത്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് കയ്യിലുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ത് ഷെയർ സർട്ടിഫിക്കറ്റ്. അതേ ഒരു ഓതറൈസേഷൻ ലെറ്ററും കൂടിയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഫിസിക്കൽ ഫോമിൽ കിട്ടൂല, ഓൺലൈൻ ത്രൂ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഈ ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടുക കേട്ടോ. പിന്നെ പറയുന്നത് എവറി കമ്പനി മേക്കിംഗ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് മസ്റ്റ് ഡെലിവർ ദ ഷെയർ സർട്ടിഫിക്കറ്റ് ടു ഓൾ ഓഫ് ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ 3 months ഓഫ് അലോട്ട്മെൻറ്റ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ടായിരിക്കണം വിത്തിൻ 3 months ഓഫ് ഇറ്റ്സ് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് 3 മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനി എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ എ ഷെയർ ഹോൾഡർ മസ്റ്റ് കീപ് ഹിസ് share certificate in safe custody or in case of share which are traded in demat mode with the depository. എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഷെയർ സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിലാണോ അവർക്കാണ് ആക്ച്വലി എന്തുള്ളത്, അതിൻ്റെ മുകളിൽ ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡിമാറ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ, ഡിമാറ്റ് ഫോം വെച്ച് നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഡിമാറ്റ് ഫോമിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചിട്ട് വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഷെയർ സർട്ടിഫിക്കറ്റൊക്കെ. പിന്നെ അതിൽ കണ്ടൻറ്റുകളാണ് അടുത്ത പറയണത്. കണ്ടൻറ്റുകൾ പറയണത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി കമ്പനി, കമ്പനീൻ്റെ പേര് അഡ്രസ്സ് വേണം. ദെൻ സീരിയൽ നമ്പർ ഓഫ് ദി ഷെയർ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോൾഡർ, number of share number and class of shares, nominal value of each share, amount paid on each share, then space for the signature. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ സർട്ടിഫിക്കറ്റിലെ കണ്ടൻറ്റുകളായിട്ടുള്ളത് കേട്ടോ. അടുത്ത ടേമാണ് ഷെയർ വാറൻറ്റ്. ഷെയർ വാറൻറ്റിൽ പറയണത് ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് അണ്ടർ ദി കോമൺ സീൽ ഓഫ് ദി company stating that the bearer is entitled to the specified number of shares. Share warrant വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ കോമൺ സീൽ ഓഫ് ദി കമ്പനി. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദി ബെയറർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ദ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്. ഇത് കൈവശം വെക്കുന്ന ആൾ ഇത്ര നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഓണറാണ്, അല്ലെങ്കിൽ അയാൾ ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് കയ്യിൽ വെക്കുന്ന ആളാണെന്നുള്ളത് ഓതറൈസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത് ഷെയർ വാറൻറ്റ് കേട്ടോ. ഷെയർ വാറൻറ്റ് ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞാൽ എന്താ അറിയാലോ, കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ്. ദാറ്റ് ഈസ് നമ്മളെ ചെക്കൊക്കെ പോലെ. അപ്പോൾ നമുക്ക് ആരുടെ കയ്യിലാണോ ചെക്ക് ഉള്ളത് ആൾക്കാണ് ആ ചെക്കിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഓതറൈസേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഷെയർ വാറൻറ്റ്. ബെയറർ ആരാണിത് കൈവശം വെക്കുന്നത് ആൾക്കാണ് കംപ്ലീറ്റ് പവർ ഉള്ളത്, അല്ലെങ്കിൽ ആളുടെ കയ്യിലാണ് ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് ഉള്ളതാണ് ഇതിൽ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോൾ രണ്ടും സിമിലർ ആയിട്ട് തോന്നും, ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും. അപ്പോൾ ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഷെയർ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ പാർട്ട്ലി ഓർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഷെയർ സർട്ടിഫിക്കറ്റ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനോ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനും ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഷെയർ വാറൻറ്റ് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഷെയർ വാറൻറ്റ് കൊടുക്കണ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ. മറ്റേ ഷെയർ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. ഷെയർ വാറൻറ്റ് എന്താണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ പിന്നെ അതിൽ പറയുന്നത് ഹോൾഡർ ഓഫ് ഷെയർ എൻജോയ് വോട്ടിംഗ് റൈറ്റ്. എന്താ ഇതിൻ്റെ ഹോൾഡർ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. വോട്ടിംഗ് റൈറ്റ് ഉള്ള ആളാണിത് ഷെയർ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുന്ന ആൾ. ദെൻ ഷെയർ സർട്ടിഫിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ എന്താ, നോ ഗവൺമെൻറ് സാങ്ഷൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഇഷ്യൂ. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഓതറൈസേഷനും കാര്യങ്ങളൊന്നും വേണ്ട. ബട്ട് ഷെയർ വാറൻ്റ് ആണെങ്കിലോ പ്രയർ സാങ്ഷൻ ഫ്രം ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് റിക്വയർഡ്. നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള എന്ത് കിട്ടണം,
സാങ്ഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ആർട്ടിക്കിൾ നീഡ് നോട്ട് ഓതറൈസ് ദ ഇഷ്യൂ ഓഫ് ഇറ്റ്സ് ഷെയർ സർട്ടിഫിക്കറ്റ്. നമ്മൾ ആർട്ടിക്കിളിൽ ഇതിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യണമെന്നില്ല ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. ബട്ട് ഇൻ ഷെയർ വാറണ്ട് ആണല്ലോ ഓൺലി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർ വാറണ്ട്. ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പബ്ലിക് കമ്പനീസിന് മാത്രമേ റൈറ്റ്സ് ഉള്ളൂ. ദെൻ ഹോൾഡർ ഓഫ് സർട്ടിഫിക്കറ്റ് is a member of a company and can become a director. Holder of certificate, that is നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾ ഷുഡ് ബി ദ മെമ്പർ ഓഫ് എ കമ്പനി ആൻഡ് ക്യാൻ ബിക്കം എ ഡയറക്ടർ. ഇയാൾക്ക് ഡയറക്ടർ ആവാൻ പറ്റും. മെമ്പേഴ്സ് തന്നെയല്ല ഡയറക്ടർ ആവുക. ബട്ട് ഇൻ കേസ് ഓഫ് ഷെയർ വാറണ്ട് ആണെങ്കിലോ ഹോൾഡർ ഈസ് നോട്ട് ഓർഡിനറിലി എ മെമ്പർ ഓഫ് കമ്പനി ആൻഡ് കനോട്ട് ബി ബിക്കം എ ഡയറക്ടർ. നോട്ട് ഓർഡിനറിലി എന്നല്ല, ഓർഡിനറിലി എ മെമ്പർ ഓഫ് കമ്പനി എന്നാട്ടോ. ഹോൾഡർ അയാൾ ജസ്റ്റ് അതിൻ്റെ മെമ്പർ മാത്രമാണ്. ഹി കനോട്ട് ബിക്കം എ ഡയറക്ടർ. ഇത്രയാണ് തമ്മിൽ ഡിഫറൻസസ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനുമാണ് പറയാനുള്ളത്. അത് പറഞ്ഞ് പിന്നെ 2 ടേമും കൂടെ പറഞ്ഞ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്ത് 1-2 പ്രാവശ്യം കേട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.